ഗൈസ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നൊരു കുട്ടി ഈവനിങ് വ്ളോഗായാലും വൈകുന്നേരത്തിന് ആദ്യത്തെ പണിയെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ചായ വെക്കലുണ്ട്. അപ്പോൾ ഒരു ഭാഗത്ത് നമ്മുടെ മക്കൾക്കുള്ള ചായ ആവുന്നുണ്ട്, ഒരു ഭാഗത്ത് ഞങ്ങൾക്കുള്ള ചായ ആവുന്നുണ്ട് കേട്ടോ. അപ്പോൾ ചായക്ക് തിളച്ച് വരുന്നേ ഉള്ളൂ. ചായ കഴിഞ്ഞതിന് ശേഷം എനിക്കൊരു സ്ഥലം വരെ പോകാനായിട്ട് എവിടേക്കാന്നൊക്കെ ഞാൻ പറയാം. അപ്പോൾ നമ്മുടെ അച്ചൂട്ട് സ്കൂളിൽ നിന്ന് വന്നാൽ അവൻ ആദ്യം ചോദിക്കും ചായ ഉണ്ട്. അപ്പോൾ അവൻ വരുമ്പോഴേക്കും ചായ വെച്ച് വെക്കണം. അങ്ങനത്തെ ഈ ചായ ആയതിനു ശേഷം ഞാൻ റെഡി ആയിട്ടുണ്ട്. എവിടേക്കാണ് പോകുന്നതല്ലേ, വേറെ എവിടേക്കാണ് നമ്മുടെ അച്ചൂട്ടിനെ കൊണ്ടുവരാൻ വേണ്ടിയിട്ട് പോവാണ് കേട്ടോ. അപ്പോൾ അധികം റെഡി ആവില്ലൊന്നുമില്ല, നമ്മുടെ വീട്ടിൽ നിൽക്കുന്ന ഡ്രസ്സ് തന്നെ ഇട്ടിട്ടുള്ളത്. അപ്പോൾ ഞാൻ അങ്ങോട്ട് പോവാണ്. കിച്ചണിനെ കൊണ്ടുവന്നില്ല കേട്ടോ. അപ്പോൾ ഞാൻ എന്തായാലും പോയിട്ട് വരാം. പോകുന്ന വഴിക്കുള്ള കാഴ്ചകളാണ് നിങ്ങൾ ഈ കാണുന്നത്. ഞങ്ങളുടെ വീട്ടിലേക്കുള്ള വഴിയാണിത്. ഇടവഴി എന്ന് പറയും. ഒരു മണ്ണിട്ട റോഡാണ് കേട്ടോ. അപ്പോൾ ആ അറ്റത്താണ് ഞങ്ങൾ പോയി നിൽക്കുക. അവിടേക്കാണ് നമ്മുടെ അച്ഛൻ്റെ വണ്ടി വരിക. അപ്പോൾ അങ്ങോട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഇന്നാണെങ്കിൽ ഞാൻ തന്നെ ഉണ്ടായിരുന്നുള്ളൂ, വേറെ ആരും എനിക്ക് കൂട്ടുണ്ടായിരുന്നില്ല കേട്ടോ. അപ്പോൾ ഒറ്റയ്ക്കാണ് ഞാൻ ഈ പോയിക്കൊണ്ടിരിക്കുന്നത്. അല്ലെങ്കിൽ കിച്ചൂടിനും ഉണ്ടാവാറുണ്ട്. ഇന്ന് കിച്ചൂടിനും ഉണ്ടായിരുന്നില്ല കേട്ടോ. നല്ല ഉറക്കമായിരുന്നു. അങ്ങനെ പോകാൻ ചെന്നപ്പോൾ ഞാൻ കട്ട പോസ്റ്റ് ആയിരുന്നു കേട്ടോ. കട്ട പോസ്റ്റ് എന്ന് പറഞ്ഞാൽ പോലെ അത്രയ്ക്ക് നല്ല കട്ട പോസ്റ്റ് ആയിരുന്നു ഞാൻ. വേറെ ആരും ഇല്ലാത്ത കാരണം മിണ്ടാനോ ഒന്നിനും ഒരാളുണ്ടായിരുന്നില്ല കേട്ടോ. അപ്പോൾ അവിടെ കുറേ നേരം വായി നോക്കി നിൽക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ റോഡിൽ കൂടെ പോകണ കുറേ വണ്ടികളെയും ആളുകളെയും ഒക്കെ വായി നോക്കിക്കൊണ്ട് നിൽക്കുകയാണ് ഞാൻ. കുറേ നേരം പോസ്റ്റ് അടിച്ച് നിന്നിട്ട് നമ്മുടെ അച്ഛൻ്റെ വണ്ടി വന്നിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. എപ്പോഴും അവൻ്റെ വണ്ടി വരുന്ന അറിയില്ലോ. അപ്പോൾ വീട്ടിൽ നിന്ന് കുറച്ച് നേരത്തെ ഇറങ്ങാമെന്ന് വിചാരിച്ചു. അങ്ങനെ പോസ്റ്റ് അടിച്ച് നിൽക്കുകയാണ്. എന്തായാലും കുറച്ച് നേരം ഇങ്ങനെ തന്നെ നിൽക്കാമെന്ന് വിചാരിച്ചു. കുറേ നേരം നിന്ന് ബോറടിച്ചപ്പോൾ ഞാൻ അടുത്തുള്ള കുറേ ചെടികളൊക്കെ ഒന്ന് പോയി നോക്കാമെന്ന് വിചാരിച്ചിട്ടോ. കുറേ പൂക്കളും ഇതൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ അതൊക്കെ ഒന്ന് പോയി നോക്കി അവരെ ഒന്ന് തലോടുകയൊക്കെ ചെയ്തു. അങ്ങനെ കുറച്ച് നേരം സമയം അതിൻ്റെ ഇടയിലൊന്ന് ചിലവഴിച്ചു കേട്ടോ. കുറേ നേരം ചെടികളൊക്കെ നോക്കി നിന്നിട്ട് അങ്ങനെ കുറച്ച് നേരം സമയം പോയത് അറിഞ്ഞില്ല. സംസാരിക്കാൻ ആരുമില്ലാത്ത കാരണം അവസാനം ഞാനൊരു നെയിലിൻ്റെ അടുത്ത് സംസാരിക്കാമെന്ന് വിചാരിച്ചു. എൻ്റെ നെയിലാണ് നിങ്ങളെ കാണുന്നത്. അവിടെ നിന്ന് ഞാൻ എന്തൊക്കെയോ കുറേ ആംഗ്യങ്ങളൊക്കെ കാണിക്കുന്നുണ്ടായിരുന്നു കേട്ടോ. ശരിക്കും നെയിലിൽ നോക്കാൻ പാടില്ല എന്ന് പറയും. പക്ഷേ അപ്പോഴത്തെ സിറ്റുവേഷൻ എനിക്ക് ആരും വർത്താനം പറ്റില്ലാത്ത കാരണം നെയിലെങ്കിൽ നെയിലെന്ന് വിചാരിച്ചു ഞാൻ. അങ്ങനെ കുറേ നേരം നിന്ന് എങ്ങനെയൊക്കെയോ രണ്ട് സമയം കളഞ്ഞു. എന്നിട്ടും നമ്മുടെ അച്ചൂട്ടൻ്റെ വണ്ടി വന്നിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. അപ്പോൾ കുറച്ചുകൂടിയും കഴിഞ്ഞാൽ അവൻ്റെ വണ്ടി വരുമായിരിക്കും. അപ്പോൾ ഞാൻ അവിടെ അങ്ങനെ കാത്തു നിൽക്കുകയാണ് കേട്ടോ. അങ്ങനെ കുറേ കഴിഞ്ഞപ്പോൾ നമ്മുടെ അച്ചൂട്ടൻ്റെ വണ്ടി വന്നു. അച്ചൂട്ടൻ വീട്ടിലേക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ അവന് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വീട്ടിൽ നിന്ന് അച്ഛനുണ്ട്. അപ്പോൾ അച്ഛനുള്ള കാരണം വീട്ടിലേക്ക് അവന് വേഗം പോകണം കേട്ടോ. പിന്നെ പോണ വഴിക്ക് എന്തൊക്കെയോ എന്നോട് പറയുന്നുണ്ട് കേട്ടോ. അതെന്താ അമ്മ ആ വീട്ടിൽ അങ്ങനെ ആ വീട്ടിൽ ഇങ്ങനെ എന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു. അപ്പോൾ ഞാനാണിപ്പോൾ ശരിക്കും പറഞ്ഞാൽ സ്കൂൾ കുട്ടി കേട്ടോ. എൻ്റെ ഡ്യൂട്ടിയാണ് സ്കൂൾ വിട്ട് വരുമ്പോൾ ഈ ബാഗ് തൂക്കൽ. അതെല്ലാം അമ്മമാരുടെ പണി അങ്ങനെ ആയിരിക്കുമല്ലോ അല്ലേ. പിന്നെ അവരിങ്ങനെ ഓരോ കാര്യങ്ങൾ പറയുന്നുണ്ടായിരുന്നു. സ്കൂളത്തെ ഓരോ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടാണ് വരുന്നുണ്ടായിരുന്നത്. അപ്പോൾ ഞങ്ങൾ അങ്ങനെ വീട്ടിലേക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. പിന്നെ വീട്ടിലെത്തിയതിന് ശേഷം ഉള്ള പണി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പണിയല്ല, ചായ കുടിക്കലാണ് കേട്ടോ. അപ്പോൾ ഞാൻ ചായ കുടിക്കാൻ പോവുകയാണ്. അപ്പോൾ കുറച്ച് ചായ ഉള്ളൂ കേട്ടോ. പാത്രം കണ്ട് ആരും പേടിക്കേണ്ട. അപ്പോൾ ഈ ഒരു പാത്രത്തിൽ കുറച്ച് ചായ എടുത്തിട്ടുള്ളൂ. ചായയും പിന്നെ നല്ല ചൂട് ബജ്ജി ഉണ്ടായിരുന്നു. അച്ഛൻ വാങ്ങിച്ചോണമെന്നാണ് കേട്ടോ കടയിൽ നിന്ന്. അച്ഛൻ ഇങ്ങനെ വൈകുന്നേരം എണ്ണ പലഹാരം വാങ്ങിച്ചുകൊണ്ടിൽ ഉള്ള കാരണം ഇന്ന് ബജ്ജിയായിരുന്നു. അപ്പോൾ നല്ല ചൂട് ബജ്ജിയായിരുന്നു കേട്ടോ. അപ്പോൾ അത് കൂടിയിട്ടാണ് ഞാൻ ചായ കുടിക്കുന്നത്. അങ്ങനെ വൈകുന്നേരം പണികളൊക്കെ കഴിഞ്ഞതിന് ശേഷം ഞാൻ റെഡി ആയിട്ടുണ്ട്. ഒന്ന് പുറത്ത് പോയിട്ട് വരാമെന്ന് വിചാരിച്ചു. പുറത്ത് പോയിട്ട് ഒരു സാധനം വാങ്ങിക്കാനുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ റെഡി ആയിട്ടുണ്ട്. ഏട്ടൻ റെഡി ആയിട്ടുണ്ട്. പിന്നെ അച്ചൂട്ടിനെയും കൊണ്ടുവന്നുണ്ട് കേട്ടോ. കിച്ചൂട്ടിനെ കൊണ്ടുവന്നില്ല. അപ്പോൾ കിച്ചൂട്ട് അപ്പുറത്ത് ഹെൽമെറ്റൊക്കെ തലയിൽ വെച്ചിട്ട് നടക്കുന്നുണ്ട് കേട്ടോ. അവനെ കൊണ്ടുവന്നുണ്ടായിരുന്നില്ല. അങ്ങനെ ഞങ്ങൾ പോയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഞങ്ങൾ എങ്ങനെയാണ് പോകുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ രാത്രിക്കുള്ള ഫുഡ് വാങ്ങിക്കാൻ വേണ്ടിയിട്ട് പോകാനായിട്ട്. രാത്രി ഫുഡൊന്നും വീട്ടിൽ വെച്ചിട്ടില്ല. അപ്പോൾ പുറത്തുനിന്ന് പോയിട്ട് ഫുഡൊക്കെ വാങ്ങിച്ചു കൊണ്ട് കഴിക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഞങ്ങൾ പോയത് ചെറുത്തുത്തി ഷാലിമാറിലേക്കായിരുന്നു. അപ്പോൾ ഫുഡൊക്കെ ഞങ്ങൾ ഓർഡർ കൊടുത്തിട്ട് അവിടെ വെയിറ്റ് ചെയ്തിട്ടിരിക്കുകയാണ് കേട്ടോ. എന്താ ഞങ്ങൾ ഓർഡർ കൊടുത്തതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ചിക്കൻ ബിരിയാണി ആയിരുന്നു കേട്ടോ. ചിക്കൻ ബിരിയാണി പിന്നെ ഒരു എഗ്ഗ് ബിരിയാണിയും. അമ്മ ചിക്കനൊന്നും കഴിക്കില്ല. അപ്പോൾ അമ്മയ്ക്ക് എഗ്ഗ് ബിരിയാണിയും ഓർഡർ കൊടുത്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങളിത് ഫുഡിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്തിട്ടിരിക്കുകയായിരുന്നു. അപ്പോൾ ഏട്ടൻ അവിടെ നിന്നിട്ട് എന്തൊക്കെയോ എന്നെ പറയുന്നുണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ വീട്ടിലെത്തി. ചിക്കൻ ബിരിയാണി കഴിക്കാൻ പോവാണ്. നല്ല ചൂട് ചിക്കൻ ബിരിയാണി ആയിരുന്നു കേട്ടോ. അപ്പോൾ അത് കഴിക്കാൻ പോവുകയാണ്. ഷാലിമാറിലത്തെ ബിരിയാണി എൻ്റെ ഫേവറേറ്റ് ആണ് കേട്ടോ. അപ്പോൾ അതേ നല്ല ചൂട് ബിരിയാണി കഴിക്കാൻ പോവാണ്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വ്ളോഗ് എന്ന് പറഞ്ഞിട്ട് ഇത്രയേ ഉള്ളൂ കേട്ടോ. എല്ലാവർക്കും ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ബൈ ബൈ.